കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ കുറേ സ്റ്റുഡൻസ് ചോദിച്ചൊരു കാര്യമാണ് ഗ്നൂ ഖാത്ത എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉബുണ്ടു സിസ്റ്റത്തിലല്ലാതെ വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നുള്ളത്. അവരുടെ സ്കൂളിലൊക്കെ ഉബുണ്ടു സിസ്റ്റമാണുള്ളത്, പക്ഷേ വീട്ടിലെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വിൻഡോസ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഗ്നൂ ഖാത്ത ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ വെച്ചത് പഠിക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചു. അത് തീർച്ചയായും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഗ്നൂ ഖാത്ത ഉപയോഗിക്കുന്നതിന് ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് OS തന്നെ വേണമെന്നില്ല. നമ്മുടെ ഗ്നൂ ഖാത്ത എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ലിനക്സിലും വിൻഡോസിലും മാക്കിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. നമുക്കിന്ന് വിൻഡോസിൽ എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. GNUkhata.org എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഇവിടെ നമുക്ക് ലിനക്സ്, വിൻഡോസ്, മാക്ക് 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ലിനക്സ് ആണ് നിങ്ങൾ അല്ല ഉബുണ്ടു മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഈ കാണുന്ന ലിനക്സ് വെർഷൻസ് ഉപയോഗിക്കാം. ഇവിടെ 2 വെർഷൻസ് ഉണ്ട്, അതായത് 8.0A-യും 7.0. 8.0A എന്ന് പറയുന്നത് ആൽഫ വെർഷനാണ്. അതിനകത്ത് കുറച്ച് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന വെർഷൻസാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് കാണുന്നത് സ്റ്റേബിൾ വെർഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റേബിൾ വെർഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ വെർഷൻ എടുക്കാം. വിൻഡോസിനകത്ത് അതുപോലെ തന്നെ 8.0 ആൽഫയുണ്ട്, അതുപോലെ തന്നെ 7.0 ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ 8.0 എടുക്കുന്ന സമയത്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 7.0 തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. വിൻഡോസ് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ GNUkhata 7.0 ഇൻസ്റ്റാൾഡ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് GNUkhata 7.0 നമുക്കത് ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ. അവിടെ ഇൻസ്റ്റലേഷൻ്റെ പേജ് വന്നിട്ടുണ്ട്. ഇവിടെ ലൈസൻസ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് കൊടുക്കുക, അതിന് നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമുക്കത് ലോഞ്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കമ്പനി സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി മുതൽ. അപ്പോൾ IT എക്സാമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വിൻഡോസ് സിസ്റ്റമാണ് ഇരിക്കുന്നത്, അതിനകത്ത് GNUkhata ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാതെ അതിനകത്ത് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തേക്കുന്നത്.